ഹായ് ഫ്രണ്ട്സ്, ട്രിപ്പിൾ ഷൂട്ടർ 7ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡക്ഷൻ കുക്കർ തന്നെയാണ്. ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഓരോ ടൈപ്പ് ഇൻഡക്ഷൻ കുക്കറും വരുമ്പോൾ അതിനനുസരിച്ചുള്ള കംപ്ലൈൻറ്റുകൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്നിപ്പം വന്നിട്ടുള്ളത് പ്രസ്റ്റീജിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ. പ്രസ്റ്റീജിൻ്റെ ടച്ച് മോഡലാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് പ്രശ്നം. അതിന് പിന്നൊക്കെ ഒരാഴ്ച കളഞ്ഞിരുന്നു. നോ ഡിസ്പ്ലേ ഒന്നുമില്ല. പവർ ജസ്റ്റ് കണക്ട് ആവുന്ന പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഡിസ്പ്ലേ ഇല്ല. എന്തായാലും നമുക്കിത് അഴിക്കാം. ഫുള്ള് ഡസ്റ്റ്, ഒരു രക്ഷയില്ല. മൊത്തം ക്ലീൻ ചെയ്യണം. അതാണ് ഈ അടുത്ത എട്ടിൻ്റെ പണി. കോയിലൊക്കെ കത്തിയ പോലെയൊക്കെ ഉണ്ട്. കത്തിക്കരിയിട്ടുള്ള ഉരുകിയതാണ്. നോക്കാം എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത്. ആദ്യം ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ. ബോർഡൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഡസ്റ്റ് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കണക്ഷൻ കൊടുത്ത് ബോർഡ് നമുക്ക് ചെക്ക് ചെയ്യാം. നിലവിൽ എന്തൊക്കെ ഐറ്റം ഇതിന് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സൈഡിൽ ചെക്ക് ചെയ്ത് നോക്കാം. കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു. നമുക്കത് ചെക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഫ്യൂസ് മുതൽ തുടങ്ങാം. ഫ്യൂസ് പോയിട്ടില്ല. നെക്സ്റ്റ് ഇവിടെ ഡയോഡുകൾ, സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഡയോഡുകൾ ഏതെങ്കിലും പോയിട്ടുണ്ടോ? അതൊന്നും പോയിട്ടില്ല. നോക്കാം. സ്റ്റാൻഡേർഡ് ഡയോഡുണ്ട് ഇവിടെ പവർ സപ്ലൈ സെക്ഷനിൽ, അത് നോക്കാം. ഡയോഡുകൾ ഒന്നും തന്നെ പോയിട്ട് കാണുന്നില്ല. നോഡ് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഡയോഡ്സ് ഒന്നും പോയിട്ടില്ല. മെയിൻ റെസിസ്റ്റൻസ്, ഫ്യൂസബിൾ റെസിസ്റ്റൻസ് ഉണ്ട്, അതും പോയിട്ടില്ല. ഇങ്ങനെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഈ മെയിനല്ല പവർ സപ്ലൈ സെക്ഷനിലുള്ള കപ്പാസിറ്ററിൻ്റെ ലെഗിൽ നമ്മൾ കണ്ടിന്യൂറ്റി പ്രോബ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഷോർട്ടേജ് ആയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാവും. നിലവിൽ ഷോർട്ടേജ് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡക്ഷൻ വർക്ക് ചെയ്യാനുള്ള ഈ ഒരു വലിയ ഡയോഡ് ബ്രിഡ്ജ് ഡയോഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ബ്രിഡ്ജ് ഡയോഡ് കുഴപ്പമില്ല, ഓക്കെയാണ്. അതുപോലെ അതിൻ്റെ അക്രോസ് ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അതിന് എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ IGBT ഷോർട്ടേജ് ഉണ്ടോയെന്ന് അത് നോക്കണം. IGBT ഷോർട്ടേജ് ഇല്ല. അപ്പോൾ IGBT ഷോർട്ടേജ് ഇല്ല, ഡയോഡ്സ് ഷോർട്ടേജ് ഇല്ല, റെസിസ്റ്റൻസ് ഒന്നും പോയിട്ട് കാണുന്നില്ല. ഇനി നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്ത് തുടങ്ങാം. ഇവിടെ നമ്മുടെ നിലവിൽ ഇതിന് ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും ഓൺ ആയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഡിസ്പ്ലേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും 5 വോൾട്ടാണ്. അപ്പോൾ ഈ 5 വോൾട്ടിൻ്റെ റെഗുലേറ്റർ ഉണ്ട് ഇവിടെ. അപ്പോൾ നിലവിൽ ഇതിൻ്റെ പിന്നിങ്ങനെ സോൾഡർ ഒന്ന് ജസ്റ്റ് ഹീറ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഒരു ലാമിനേഷൻ ഉണ്ട്. നമ്മൾ ടെസ്റ്റ് പ്രോബ് വെക്കുമ്പോൾ കണക്ഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 5 വോൾട്ടിൻ്റെ സെക്കൻഡറിയിൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കാം. ഷോർട്ടേജ് ഒന്നും കാണിക്കുന്നില്ല, ഒന്നുമില്ല. ഇനി നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. പവർ ലൈനിൽ കണക്ട് ചെയ്തിട്ട് ഇത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിലവിൽ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്.
ഓക്കെ, നമ്മളിപ്പം ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സംഭവം ഓണായി. എന്താണ് സംഭവം എന്നുള്ളത് നോക്കണം. നമ്മളിപ്പോൾ ലാസ്റ്റ് സോൾഡർ ചെയ്ത് 7805 ബസർ സൗണ്ട് കേട്ട് പോയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സോൾഡർ ചെയ്തത്. റീസോൾഡർ ചെയ്ത സമയത്ത് ഓക്കെ ഇതിപ്പോൾ കംപ്ലൈൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതുണ്ടോ, ഇതിൻ്റെ ഈ 7805 റെഗുലേറ്ററിൻ്റെ പിന്നുകൾ സോൾഡറിങ് റസ്റ്റായിട്ട് സോൾഡറിങ് പിടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആ പിന്നുകൾ ജസ്റ്റ് ഡ്രൈ സോൾഡർ ചെയ്ത സമയത്ത് കണക്ഷൻ വന്നു. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് ഓണാക്കിയ സമയത്ത് ഓണായത്. മറ്റ് പ്രോബ്ലംസ് ഒന്നുമില്ല. ഇതിൻ്റെ കാലൊക്കെ തുരുമ്പ് പിടിച്ചിട്ട് വല്ലാണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഈ തുരുമ്പ് കൊണ്ടുണ്ടായ സോൾഡറിങ് ഇഷ്യൂ ആയിരുന്നു അതിന്. അപ്പോൾ എന്തായാലും തുരുമ്പ് പിടിച്ച 78L05 പകരം നമുക്ക് പുതിയൊരു 78L05 ഇടാം. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട് 78L05. അപ്പോൾ ഈ സാധനം നമുക്ക് അതിൻ്റെ ലെഗ് തുരുമ്പ് പിടിച്ച് കോണ്ടാക്റ്റ് കിട്ടാതിരുന്നായിരുന്നു നമുക്കിട്ട് പണി തന്നത്. നമുക്ക് എന്തായാലും പുതിയത് ഇടുന്നുണ്ട്. $78L05 നമ്മൾ പുതിയ ഇട്ടിട്ടുണ്ട്. ശരിക്കും ചില കംപ്ലൈൻറ്റുകൾ, അധികം കംപ്ലൈൻറ്റുകൾ ഡ്രൈ സോൾഡറിങ് കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ആ പിന്ന് കോൺടാക്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് സോൾഡർ ചെയ്തപ്പോൾ നമുക്ക് ആ കണക്ഷൻ കിട്ടി, അതുകൊണ്ട് അത് ഓണായി. വേറെ ഇതിനകത്ത് കംപ്ലൈൻറ്റുകളൊന്നും, കാഴ്ചയിൽ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ഒന്നും കൂടി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ബസർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ട് നമുക്ക് വിചാരിക്കാം. നമുക്ക് ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സ്റ്റാൻഡ് ബൈയിലേക്ക് വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. ഓൺ ഓഫ് ടച്ച് ഒന്നും പിടിക്കുന്നത് കാണുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രോബ്ലം വന്നിട്ടുണ്ട്, ടച്ച് പിടിക്കുന്നില്ല. സ്റ്റാൻഡ് ബൈയിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാൻഡ് ബൈ എന്താണ് ടച്ച് പിടിക്കാത്തതിൻ്റെ ഇഷ്യൂസ് എന്താണെന്ന് നോക്കണം. അതിന് മുമ്പ് ഇതിനകത്ത് കുറച്ച് ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിൻ്റെയൊക്കെ പിന്നൊന്ന് ജസ്റ്റ് സോൾഡർ ചെയ്ത് ഇപ്പോൾ ഹൈ വാല്യൂ റെസിസ്റ്റൻസിൻ്റെ ഒക്കെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 250 ഇട്ടിട്ട് നമുക്ക് മെയിൻ DC എത്രയുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതുകൊണ്ട് 300 വോൾട്ടിന് മുകളിലുണ്ട്. നെഗറ്റീവ് പ്രോബ് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ റെസിസ്റ്റൻസ് ഓക്കെയാണ്, ഈ റെസിസ്റ്റൻസ് ഓക്കെയാണ്, ഈ റെസിസ്റ്റൻസും ഓക്കെയാണ്. $820 വോൾട്ട് ഇവിടെ ഇത്തിരി കൂടുതൽ കാണിക്കുന്നുണ്ട്. ഒന്നുകൂടി ഓക്കെ, കുഴപ്പമില്ല. റെസിസ്റ്റൻസ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ സീനൊന്നുമില്ല. അപ്പോൾ
ടച്ച് പിടിക്കാത്തത് ഫ്രണ്ട് പാനൽ ഒന്ന് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ട് പാനലാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാനലിൽ ഇഷ്യൂസ് വരാൻ ഒരുപാട് കമ്പോണൻറ്റുകളൊന്നും ഇല്ല ഇതിൽ. ജസ്റ്റ് നമുക്കൊന്ന് റീസോൾഡറിങ് ഒക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കാം. കോണ്ടാക്ട് എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. റീസോൾഡർ ചെയ്തിട്ട് വേറെ ഇതിൽ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. ഇവിടെയാണ് നമ്മുടെ സ്റ്റാൻഡ് ബൈ വരുന്നത്. സ്റ്റാൻഡ് ബൈ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ICക്ക് അതൊക്കെ വല്ലാതെ റസ്റ്റ് കയറിയിട്ടുണ്ട്. നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ സ്റ്റാൻഡ് ബൈയിലേക്ക് വരുന്ന ഈ കോണ്ടാക്റ്റ് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ നോക്കണം. കോണ്ടാക്റ്റ് ഒന്നും ഇഷ്യൂ ഒന്നും കാണുന്നില്ല. ഇനി ഏതെങ്കിലും പ്രിൻ്റ് ഇതിൽ കട്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. കണക്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് റീസോൾഡർ ചെയ്യാം. വേറെ ഇതിൽ അങ്ങനെയൊരു പ്രശ്നംസൊന്നും കാണുന്നില്ല. ഡാമേജ് കേസുകൾ കംപ്ലൈൻറ്റുകൾ ഒന്നുമില്ല. നമുക്ക് ഒന്നുകൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ പ്രോബ്ലംസ് എന്ന്. നമുക്ക് മെയിൻ ബോർഡുമായിട്ട് ഒന്നും കൂടി കണക്ട് ചെയ്തിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. സംഭവം ഓണായിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ ആണ്. ഓക്കെ, ഇതിലിപ്പം ജസ്റ്റ് നമ്മളിങ്ങനെ ഗ്ലാസ് വെക്കാണ്ട് തൊടുമ്പം ഓണാകുന്നുണ്ട്. ഫങ്ഷൻ കീ ഒക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഗ്ലാസ്സിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കാം. നമുക്കൊന്നും കൂടി ഒന്ന് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അടിയിൽ പ്ലാസ്റ്റിക് വെക്കാം. ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. സ്റ്റാൻഡ് ബൈ ഓണായിട്ടുണ്ട്. മെനു ഓക്കെ, എല്ലാം അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഫാനൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ ഓണായി. ഈ സൈഡുണ്ട്.
ഓക്കെ, ഓക്കെ ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ റെഡിയാണ്. ഞാൻ എൻ്റെ ബോഡി സ്ക്രൂ കൂടി ഇടാം. നമ്മുടെ പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ കുക്കർ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലൈൻറ്റ് 5 വോൾട്ട് മിസ്സിംഗ് ആയിരുന്നു. 5 വോൾട്ട് മിസ്സിംഗ് എന്ന് പറയുമ്പം 5 വോൾട്ട് റെഗുലേറ്ററിൻ്റെ ലെഗ് തുരുമ്പ് പിടിച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡ്രൈ സോൾഡർ ചെയ്തപ്പോഴേ അത് ഓണായിരുന്നു. എന്നാലും നമ്മൾ ഈ തുരുമ്പ് പിടിച്ച സാധനം അതിൽ വെക്കേണ്ടുള്ള വീണ്ടും കംപ്ലൈൻ്റ് ആവും എന്നുള്ള അവസ്ഥയിൽ നമ്മളത് പുതിയ മാറ്റിയിട്ടു. സംഭവം ഓണായിട്ടുണ്ട്. മറ്റ് ടോട്ടൽ ക്ലീൻ ചെയ്തു. ഫ്രണ്ട് പാനലിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് ക്ലീൻ ചെയ്തപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഡ്രൈ സോൾഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും സന്ധിക്കും വരെ വണക്കം.